നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലണ്ടൻ പര്യടനത്തിലായിരുന്നു. അപ്പോൾ ഈ പര്യടനത്തിനിടയ്ക്ക് അദ്ദേഹം അവിടെ മാധ്യമപ്രവർത്തകരുമായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തി. അപ്പോൾ പ്രസ് മീറ്റ് നടത്തുമ്പോൾ അവിടെ ഒരു പാകിസ്ഥാനി മാധ്യമപ്രവർത്തകൻ ജയശങ്കറിനെ പ്രകോപിപ്പിക്കാൻ എന്ന തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അത് പാകിസ്ഥാന് കിട്ടേണ്ട ഒരു കാര്യമാണെന്നും ഒരു സ്ഥലമാണെന്നും അത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ബലം കൊണ്ട് കൈയടക്കിയതാണെന്നും ഇപ്പോൾ ഇതിനൊരു ശാശ്വത സമാധാനം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്താണല്ലോ ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയുള്ള ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അതിന് കൃത്യമായിട്ട് ജയശങ്കർ ഒരു മറുപടി പറഞ്ഞു. അതായത് ഇതിന് ഡൊണാൾഡ് ട്രംപ് ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഈ പാക് അധീന കാശ്മീർ ഉടനെ തന്നെ തിരിച്ചു പിടിക്കും, അതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരവുമാകും. കൃത്യമായ ഉത്തരവാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മാധ്യമപ്രവർത്തകൻ്റെ വായടപ്പിക്കാൻ വേണ്ടി ജയശങ്കർ ആ കൃത്യമായ ഉത്തരം പറഞ്ഞുവെങ്കിലും ഇത് ഇന്ത്യ എനിക്ക് തോന്നുന്നു അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ ഇപ്പോൾ അടുത്ത് തന്നെ ഈ കാര്യം ആവർത്തിച്ചു. ഉടനെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പോകും എന്ന ചില സൂചനകളൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കണ്ട മികച്ച ചില വിദേശകാര്യ വകുപ്പ് മന്ത്രിമാരുണ്ട്. അത് അടൽ ബിഹാരി വാജ്പേയി 1977 മന്ത്രിസഭയിലുണ്ടായിരുന്നത്. അതിനുശേഷം സുഷമാ സ്വരാജ് എന്നൊരു മികച്ച വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെ അതിൻ്റെ തുടർച്ചയാണ് ജയശങ്കർ വരുന്നത്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പഴയ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുറകെ പോകുന്ന ഒരാളായിരുന്നു വിദേശകാര്യ വകുപ്പ് മന്ത്രി. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹം കാരണം വിശ്വപൗരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളായിരുന്നു അക്കാലത്ത് വിദേശകാര്യ വകുപ്പ് മന്ത്രിമാർ. ഇന്നിപ്പോൾ ആ സ്ഥിതി മാറി. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ പിന്നാലെ പോകുന്നവര് അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കൂടെ പോകുന്ന ഒരാളല്ല വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നയം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ആളാണ് ജയശങ്കർ. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ സംശയമൊന്നുമില്ല. ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിതമായിരിക്കുന്ന നയം തന്നെ അതാണ്. കാര്യം പ്രശ്നം കാശ്മീരിലല്ലല്ലോ, കാശ്മീരിലാണ് പ്രശ്നം എന്നൊക്കെ പാകിസ്ഥാൻകാരും ചില കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ആദ്യം വലിയ പ്രശ്നമാണ് കാശ്മീരിൽ. അതേ പാകിസ്ഥാൻ മറ്റേ ജമ്മു കാശ്മീരിൽ പോയിട്ടാണല്ലോ കഴിഞ്ഞ വർഷം ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് അവിടെ സഹോദരനും പോയിട്ട് അവിടെ പോയിട്ട് ഐസ് എറിഞ്ഞു കളിച്ചത് അവിടെ പോയിട്ടാണ്. കാരണം അവർ ജന്മത്തിലൊന്നും സാധിച്ചിട്ടില്ല. അവർ ജനിച്ച് അവരുടെ ജന്മസ്ഥലമായിരിക്കുന്ന കാശ്മീരിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകൾ ജനിച്ചിട്ടുള്ള സ്ഥലത്ത് ആ കാശ്മീരിൽ ഒരിക്കലും ഒരു നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോകാൻ സാധ്യമായിരുന്നില്ല. ആ സ്ഥലത്ത് പോകാൻ അവർക്ക് സാധിച്ചത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പം ഇതൊരു തിരിച്ചറിവാണ് അവരെ സംബന്ധിച്ച്. അപ്പം അങ്ങനെയുള്ള തിരിച്ചറിവുള്ള ഈ പറയുന്ന ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് മാത്രമല്ല, ജമ്മു കാശ്മീരിൻ്റെ പ്രശ്നത്തിന് മുഖ്യമായിരിക്കുന്ന കാരണഭൂതമായിരിക്കുന്നത് POK എന്ന് പറയുന്ന സ്ഥലമാണ്. POK എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് പറയുക. ഈ പറയുന്ന സ്ഥലം ഇന്ത്യയുടേതാണെന്ന് നരേന്ദ്രമോദി സർക്കാർ മാത്രമല്ല, മുൻകാലങ്ങളിലെ സർക്കാരുകളൊക്കെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങിയിട്ട് കാശ്മീരിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് 24-26 സീറ്റ് മറ്റവിടെ ഒഴിച്ചിടുമായിരുന്നു. കാരണം അത് POKക്ക് വേണ്ടിയിട്ടാണ്. ഈ POK ഇന്നലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം വൈകിയാൽ പോലും ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് എക്കാലത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭാഗ്യവെച്ചാൽ അത് വേണ്ടി വന്നാൽ ഇന്ത്യയുടെ ഭാഗമാക്കാൻ സാധിക്കുന്ന കെൽപ്പുള്ളൊരു സർക്കാർ, കേന്ദ്ര സർക്കാർ നമ്മളെ സംബന്ധിച്ചുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന് ഇവിടെ കാശ്മീരിലെ വിഷയങ്ങളെക്കുറിച്ച് അറിയാം. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം. നമുക്കറിയാലോ എന്താ പാകിസ്ഥാൻ്റെ അവസ്ഥ. പാകിസ്ഥാനിൽ നിന്ന് ആർക്കും ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ മുസ്ലിം പള്ളികളാണ് സ്ഫോടനം നടക്കുന്നത്. റംസാൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷത്തിനിടയ്ക്ക് നൊയമ്പ് തുടങ്ങുന്നത് അവിടെ വെടിപൊട്ടിച്ചുകൊണ്ടാണ്. നിരവധി ആളുകൾ അവിടെ പിടഞ്ഞു വീണ് മരിച്ചത്. അങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. POKയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാൻ അത് അക്കാലത്ത് അവര് സ്വന്തമാക്കി എടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അവരാക്രമിച്ച സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് UN പോയിട്ട് സമീപിച്ചു. UN പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റുവിന് വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അത് ഇന്ത്യ സർക്കാർ തിരിച്ചു പിടിക്കുമെന്ന് പാകിസ്ഥാന് നല്ല ബോധ്യമുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് ജയശങ്കർ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പ്രശ്നം കാശ്മീരിലല്ല ഉള്ളത്, ജമ്മു കാശ്മീരിലല്ല പ്രശ്നമുള്ളത്, പ്രശ്നമുള്ളത് POKയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ശക്തമായ രീതിയിൽ POK ഞങ്ങൾ അങ്ങ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെയായിരുന്നല്ലോ 1971
നമുക്ക് വലിയ പ്രശ്നമായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുണ്ടായിരുന്നത്. പാകിസ്ഥാൻ്റെ ഭൂട്ടോ അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ 971 പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സമാനമായുള്ള രീതിയിൽ, അതിനേക്കാൾ ശക്തമായുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ നിലവിലുണ്ട്. ആ കേന്ദ്ര സർക്കാരിന് POK എന്ന് പറയുന്ന ഭാഗം അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കും. അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. ഒരു മാറ്റം കാര്യത്തിലുണ്ടാവില്ല. അത് പാകിസ്ഥാന് വിട്ടുതരേണ്ടി വരും. കാരണം പാകിസ്ഥാൻ ഇന്ന് ഉള്ള പ്രദേശം ഭരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവർ സിന്ധ് ഏരിയയിൽ ആകെപ്പാടെ പ്രശ്നമാണ്. ഇതെല്ലാം ശരിക്ക് ഒന്നുകിൽ സ്വതന്ത്ര രാജ്യമാകേണ്ടതാണ്, അല്ലെങ്കിൽ POK പോലുള്ള ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതാണ്. അവിടെയുള്ള ആൾക്കും ജീവിക്കണ്ടേ? അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ? അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലിക്ക് പോകണ്ടേ? അവിടെയുള്ള ആളുകൾക്ക് പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കണ്ടേ? ഇത് വല്ലതും സാധിക്കുന്നുണ്ടോ? അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പള്ളി പോലും പോകാൻ പറ്റുന്നില്ലപ്പാ. ഇതോട് ചേർത്ത്, അത് നന്ദേട്ടൻ പറഞ്ഞ ഈ കാര്യത്തോട് ചേർത്തൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് ഒരു രസകരമായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് അവിടെ ഒരു പാകിസ്ഥാനി പെൺകുട്ടിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചു, നമ്മുടെ കാശ്മീരും പാക് ഒക്കുപ്പൈഡ് കാശ്മീരും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ രണ്ടിടത്തും പോയിട്ടില്ലേ? ഈ കാശ്മീരും കൂടി ഇങ്ങോട്ട് വന്നാൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, കാശ്മീർ ഇന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, നമ്മുടെ ഭാഗത്തുള്ള കാശ്മീരിൽ ഒരു കാര്യവുമില്ല, ഒന്നുമില്ല, അത് ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ കിടക്കുകയാണ് എന്ന് കുട്ടി കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, നമ്മുടെ ആർമിയൊക്കെ എങ്ങനെയാണ്? പറഞ്ഞു, പട്ടാളം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ആ ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി ആകെ നശിച്ചു പോയിരിക്കുന്നു എന്നൊരു പാക് പെൺകുട്ടി പറയാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഇന്ത്യ പറയുന്നുണ്ട് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അങ്ങ് തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. അപ്പോൾ ഇതാണ് സാധാരണ മുസ്ലിമിൻ്റെ, സാധാരണ പാകിസ്ഥാനിയുടെ പ്രതീക്ഷ. അതാണ് അവരുടെ ആശയം. അതാണ് അവർക്ക് ഏറ്റവും വേഗം ഇത് ഇന്ത്യയുടെ ഭാഗം. ഇപ്പോൾ സാധാരണ അവിടെ പോയിട്ട് പാകിസ്ഥാനികളിൽ പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയെന്നിരിക്കട്ടെ, ഇന്ത്യയിൽ ലയിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഒരു ഗാലപ്പോൾ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സംശയമില്ല, ഭൂരിപക്ഷം വരുന്ന പാകിസ്ഥാനികൾ പറയും ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാണോ. ഇന്ത്യയിലാണ് ജനാധിപത്യം ഉള്ളത്, ഇന്ത്യയിലാണ് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്, ഇന്ത്യയിലാണ് അവർക്ക് പള്ളി പോകാൻ സാധിക്കുന്നത്, ഇന്ത്യയിലാണ് അവർ പർദ്ദ പോലിട്ട് സഞ്ചരിക്കുന്നത്, ഇന്ത്യയിൽ മാത്രമാണ്. പാകിസ്ഥാനിൽ സാധിക്കുന്നില്ല. പാകിസ്ഥാനിൽ അവർക്ക് എവിടെ ജീവിക്കാൻ സാധിക്കുന്നത്? അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടോ? അവർക്ക് കോളേജിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ? അവർക്ക് തൊഴിലിന് പോകാൻ സാധിക്കുന്നുണ്ടോ? എവിടെയും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന കുട്ടികളടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാവണം. ഇതൊരു വലിയ ചർച്ചയാണ് പാകിസ്ഥാനിൽ. ഇപ്പം ബലൂചിസ്ഥാനിൽ വലിയ ചർച്ചയല്ലേ? ഇതുപോലെ തന്നെ POK ചർച്ച തുടങ്ങിയിട്ടില്ലേ? ഈ തരത്തിൽപ്പെട്ട ചർച്ച തുടങ്ങാനുള്ള കാരണം നേരത്തെ പെൺകുട്ടി പറഞ്ഞ പോലെ POKയും കാശ്മീരും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ POKയും അല്ലെങ്കിൽ അവരുടെ തലസ്ഥാനവും ഇന്ത്യയുടെ തലസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, ലാഹോർ തമ്മിലുള്ള വ്യത്യാസം അനുദിനം മാറ്റമാണ്. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. ഇന്ന് 5ാം സ്ഥാനത്താണ്. അത് 4ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് ഈ വർഷം തന്നെ. 3ാം സ്ഥാനത്തേക്ക് എത്തും 2 കൊല്ലത്തിനുള്ളിൽ. അങ്ങനെ ഇന്ത്യ അങ്ങനെ സാമ്പത്തികമായിട്ടും സൈനിക രംഗത്തും സമസ്ത മേഖലകളിലും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാം, ഇവിടെ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാം, ഇവിടെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാം, ഇവിടെ മുസ്ലിങ്ങൾക്ക് കോളേജിൽ സ്കൂളുകളിൽ പോകാം. ഇതൊക്കെ പാകിസ്ഥാനിൽ പറ്റുമോ? അഫ്ഗാനിസ്ഥാനിൽ പറ്റുമോ? ഇവരുടെ ഏതെങ്കിലും രാജ്യത്ത് ഇവർക്ക് പറ്റുമോ? ഒരു രാജ്യത്തിൽ ഇവർക്ക് പറ്റൂല. അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അവർ കൊണ്ടുവന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുക്കള, പാചകം ചെയ്യുന്ന അടുക്കള ജനൽ പോലും ഉണ്ടാവും. ജനൽ മറക്കണം എന്നാണ് പറഞ്ഞത്. സ്ത്രീകളെ പുറത്ത് ഇവര് റോഡിൽ കൂടി പോകുന്ന അല്ലെങ്കിൽ പുറത്തു കൂടി പോകുന്ന ആളുകൾ ജനൽ വഴി ഇവരെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മുടെ സമസ്തക്കാരൊക്കെ പറയുന്ന മാതിരിയാണെന്നേ. നമ്മുടെ കേരളത്തിലെ സമസ്തക്കാരൊക്കെ നാളെ പറയാൻ പോകുന്ന ഇതാണ്. അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ. പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല, പെൺകുട്ടികൾ പർദ്ദ ധരിക്കണം, അവർ കണ്ണ് കാണാൻ പാടില്ല, അവർ കൈ പുറത്തേക്ക് ഇടാൻ പാടില്ല, അവർ കാലിന് നഖം പുറത്തേക്ക് കാണാൻ പാടില്ല എന്നൊക്കെ സമസ്തക്കാരോടൊക്കെ കയറി പറയുന്നുണ്ട്. ഈ പറയുന്ന തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ. ഇത് അനുവദിക്കാൻ സാധ്യമല്ല. ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കണം, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, ഇത്യാദി കാര്യങ്ങൾ ആവശ്യമല്ലേ? ഇത് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ തെറ്റാവുക? ഈ ഒരു മോഹം POKയിലെ സ്ത്രീകൾക്കില്ലേ? POKയിലെ സാധാരണക്കാർക്കില്ലേ?
പാകിസ്ഥാനിലെ സ്ത്രീകൾക്കില്ലേ, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കില്ലേ, അവർക്കെല്ലാം ശക്തമായൊരു നേതൃത്വം ഉണ്ടെങ്കിൽ ഒരു സംശയവുമില്ല അവർ ഇന്ത്യയുടെ ഭാഗമാകുക തന്നെ ചെയ്യും. അവർക്ക് അതിനകത്ത് ഒരു പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആ ഭേദഗതി ബില്ലില്ലാതെ കണ്ട് തന്നെ ഇവരെല്ലാവരും ഇന്ത്യയുടെ ഭാഗമാക്കും. അതിൻ്റെ തുടക്കം കുറിക്കാൻ പോകുന്നത് POKയിൽ നിന്നാണ്. നമ്മളുടെ സങ്കല്പത്തിലുള്ള ഭാരതീയ സങ്കല്പ പ്രകാരമുള്ള അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പം അത് പൂവണിയുക തന്നെ ചെയ്യും. അതൊരു പക്ഷേ 2047 മുമ്പുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. അതിനു മുമ്പ് തന്നെ ഇത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും.